ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 5:1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുന്തൂട്ടോടെ കടലിൽ പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു യേശുവിൻ്റെ അടുക്കൽ വന്നു. ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു. ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ച് തുടങ്ങി. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. God, you call. ഞങ്ങളെ വിളിക്കുന്ന ദൈവമേ, You are the one who inspires. ഞങ്ങളെ എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കുന്ന ദൈവമാകുന്നു. You are the one who's got the fire to make new things. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പുതിയ ജീവിതാനുഭവങ്ങളെ സൃഷ്ടിക്കുന്നവൻ അവിടുന്നാകുന്നു. Yet you choose fragile vessels like ourselves. ഞങ്ങളുടെ കർത്താവേ, ഒഴിഞ്ഞ കലങ്ങളായി വന്നവരെ അവിടുത്തെ വചനത്താൽ നിറയ്ക്കണമേ. To proclaim the mysteries of your word and the change, the transformation of the world. ഈ ലോകത്തിന്റെ രൂപാന്തരത്തിനായി ദൈവവചനം പ്രഘോഷിക്കുവാൻ ശുശ്രൂഷകൾക്കായി ഞങ്ങളെ നീ നിയോഗിക്കണമേ. In the humility of the heart and the inspiration of your word, I present myself as an offering. ഞങ്ങളുടെ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ വിനയത്തോടും അവിടുത്തെ പരിജ്ഞാനത്തിൽ ആശ്രയിച്ചുകൊണ്ടും ഈ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. The Metropolitan അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, the Suffragan Metropolitans, സഫഗ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനിമാരെ, the Right Reverend Dr. Joseph Ma Barnabas, who is presiding over the session, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ജോസഫ് മാർ ബർണബാസ് സഫഗ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനി, bishops and clergy, മാർത്തോമാ സഭയിലെ അഭിവന്യ തിരുമേനിമാരെ, പട്ടക്കാരെ, evangelists, സുവിശേഷകരെ, friends and invited guests, പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട അതിഥികളെ, പ്രിയപ്പെട്ടവരെ, and most importantly the honorable members of this great church. ഈ സഭയിലെ മഹത്തായ വിശ്വാസ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വിശ്വാസ സമൂഹമേ, And all present here today. ഈ സാക്ഷ്യ കൂടാരത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, And those watching through television and social media. വ്യത്യസ്ത ഇടങ്ങളിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ വചനത്തിന്റെ മാരി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, I still stand on my previous greetings and protocols. കഴിഞ്ഞ ദിവസം ഞാൻ അറിയിച്ച എല്ലാ വന്ദനങ്ങളും സ്ഥാനമുറകൾക്ക് അനുസരിച്ചുള്ള അഭിവാദനങ്ങളും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. I greet you all in the wonderful name of our Lord and Savior Jesus Christ. യേശുക്രിസ്തുവിന്റെ മഹത്തായ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കട്ടെ. I also stand on the traditions of my people and I say to you, Sanibonani.
ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ദക്ഷിണ ആഫ്രിക്കയിലെ ജനതയുടെ പാരമ്പര്യമനുസരിച്ച് സാനി മൊനാനി എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ അഭിവാദനം ചെയ്യട്ടെ. Acknowledging your humanity, I say, ഞാനത് പറയുന്നത് നിങ്ങളിലുള്ള മാനവികതയെ, മനുഷ്യത്വത്തെ അംഗീകരിച്ചുകൊണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ടുമാണ്. a person is a person to others. ഞങ്ങൾ മനുഷ്യരുടെ മാനവികതയെ അംഗീകരിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. Metropolitan, Your Grace, I must confess, I am intimidated today. അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമയോട് വളരെ വിനയപൂർവ്വം ഞാനൊരു ക്ഷമാപണം അറിയിക്കട്ടെ. In all my ministry in the church, എൻ്റെ സഭാ ശുശ്രൂഷയിൽ ഇത്രയും നാൾ I have never had to preach in front of a crowd as large as this. ഇത്രമാത്രം പ്രൗഢമായ സദസ്സിന് മുൻപിൽ ഇതുവരെ പ്രസംഗിക്കുവാൻ എനിക്ക് ഇടയായിട്ടില്ല. I find myself a little bit thirsty every 30 seconds. ഇത് തന്നെ എൻ്റെ ഉള്ളിൽ വലിയ പേടി കൊണ്ടുള്ള ദാഹമുണ്ടാക്കുന്നു. ഓരോ 30 മിനിറ്റിലും ദാഹമുണ്ടാക്കുന്ന രീതിയിലുള്ള ഭയം. Yet trusting the God of grace and the God who invites us into his mysteries. എന്നാൽ നമ്മളെ ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നു. And the deep love of the people of Kerala and India. ഇന്ത്യയിലെയും കേരളത്തെയും ജനങ്ങളുടെ ആഴമായ അഗാധമായ സ്നേഹം എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു. I stand in faith and courage, for God will speak with all of us. വിശ്വാസത്തിൽ ദൈവത്തിൽ അടിയുറച്ചുകൊണ്ട് ആ ധൈര്യത്തോടെ ഞാൻ നിൽക്കുകയാണ്. ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെ. My brothers and sisters, as we continue through your journey started 131 years ago by Titus I, the Metropolitan. തീത്തോസ് ഒന്നാമൻ മെത്രാപ്പൊലിത്ത തിരുമേനിയിലൂടെ 131 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ആരംഭിച്ച ഈ വിശ്വാസ യാത്രയുണ്ടല്ലോ. I continue to marvel at how God is offering you as a sacrament to the children, families, your community and your nation. ഈ ലോകത്തിൽ, ഈ ഭാരതത്തിൻ്റെ ദേശത്തിനും ജനതയ്ക്കും കുടുംബത്തിനും നിങ്ങൾ എപ്രകാരം ഒരു കൗദാശിക നിയോഗത്തോടുകൂടെ ഈ മണ്ണിലായിരുന്നു എന്നതോർത്ത് ഞാൻ അത്ഭുത പരതന്ത്രനായി തീരുകയാണ്. Not only your nation but the world as in God's salvation history. ലോക ചരിത്രം മാത്രമല്ല, നിങ്ങളുടെ സഭ മാത്രമല്ല, രക്ഷാ ചരിത്രത്തിൽ പോലും ഈ സഭയും ഈ മണ്ണും പങ്കുചേരുന്നു എന്നുള്ളത് ഞാനിവിടെ ഉച്ചസ്ഥരം പ്രഘോഷിക്കട്ടെ. Your ministry and witness, born, bred and shaped by the faith and lives of your people here in Kerala. ഈ മണ്ണിലെ ജനതയോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ നിയോഗങ്ങൾ നിങ്ങൾ രൂപീകരിച്ചു. അത് ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Is felt and contributes to the global church's witness of the salvation work of our crucified and risen Lord. ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവിന്റെ രക്ഷണ്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഈ മണ്ണിലും ഭാരതത്തിലും ലോകത്തിലും ദൈവം നിങ്ങളെ എടുത്തുപയോഗിച്ചു. Do not underestimate what you do as you gather like this. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷകളെ ഒരിക്കലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. Because from here you reach the world. ഇവിടെ നിന്ന്, ഈ ചെറിയ ഇടത്തിൽ നിന്ന് നിങ്ങൾ വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവിന്റെ ശുശ്രൂഷയുമായി. Embracing sisters and brothers, siblings in the global community. നിങ്ങൾ ചേരുന്നത് ആഗോള ക്രൈസ്തവ സഭയുടെ ഭാഗമായി, ആഗോള കൂടിവരവിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ കുടുംബാംഗങ്ങളായി നാം പരിണമിക്കുകയാണ്. Reminding all of us of the transforming love of God. നാം എല്ലാവരും കർത്താവിനെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ കുടക്കീഴിൽ ഒന്നു ചേർന്നിരിക്കുന്നവരാണ്. Today I wish to explore with you, ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, through the text we have read, നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ വേദഭാഗത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. The theme, God's restoration of life and dignity. മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ വലിയ ശുശ്രൂഷ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. In these challenging times in the history of humanity, മനുഷ്യകുലത്തിൽ വെല്ലുവിളികളും ആപത്ത് സൂചനകളും നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, if we are honest with ourselves, the truth, we know the truth. നാം നമ്മോട് തന്നെ സത്യസന്ധരായി നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചില സത്യങ്ങൾ നമുക്കറിയാം. That we live in a world and a culture that strips us of our inherent worth and dignity. നമ്മളിലുള്ള മനുഷ്യാന്തസ്സിനെയും അഭിമാനത്തെയും ഉരിഞ്ഞു കളഞ്ഞുന്ന സാംസ്കാരിക അധിനിവേശത്തിന്റെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. Given to us by God at the moment as the Genesis records for us. നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന ദൈവം നമുക്ക് നൽകിയ ദൈവ സാദൃശ്യവും ദൈവ തേജസ്സും നഷ്ടപ്പെടുത്തി കളയുന്ന
അപഹരിക്കുന്ന ലോകത്തിലാണ് നാം പാർക്കുന്നത്. God said, let us create human beings in our own image. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവം കൽപ്പിക്കുന്നു മനുഷ്യൻ എന്റെ സാദൃശ്യത്തിൽ, സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന്. And he created them both male and female. ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ സൃഷ്ടിച്ചു. And he looked at creation and saw that it was good, very good, records Genesis. തന്റെ സൃഷ്ടിയെ നോക്കി, മനുഷ്യകുലത്തെ നോക്കിയിട്ട് പറഞ്ഞു, എന്തൊരു ഏറ്റവും നല്ലത് എന്ന് ദൈവം കണ്ടു. Sin, as we have heard നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ, പാപം എന്ന് പറയുന്നത് from Right Reverend Dr. Paul Sarupon on Tuesday evening, ചൊവ്വാഴ്ച വൈകുന്നേരം പോൾ സ്വരൂപ് തിരുമേനിയിൽ നിന്ന് നാം കേട്ടതാണല്ലോ, did not only break our relationship with God but also led to a deep fracture of creation. പ്രിയമുള്ളവരെ, പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു അകൽച്ച മാത്രമല്ല, പകരം നമ്മുടെ മനുഷ്യ അന്തസ്സിനുണ്ടാക്കുന്ന മാരകമായ പരിക്ക്, അതും പാപമാണ് എന്ന് അന്ന് നാം കേട്ടുവല്ലോ. And our humanity has lived expression in community with God and ourselves. പ്രിയമുള്ളവരെ, ഞാൻ ആഗ്രഹിക്കുന്നത് പാപത്തിൽ നിന്ന് നാം വിട്ടൊഴിയുക എന്ന് പറയുന്നത് ദൈവത്തോടും മനുഷ്യനോടും ആഴമായ അഗാധമായ ബന്ധത്തിലേക്ക് നാം പ്രവേശിക്കണം എന്നുള്ളതാണ്. I cannot claim that I know what is happening here in Kerala. ഈ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എനിക്ക് അത്ര എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But from where I come from, ഞാൻ വരുന്ന ദേശത്തിൽ human dignity is destroyed by the abuse of drugs and alcohol. ലഹരിയുടെയും മദ്യത്തിന്റെയും ദുരുപയോഗം കൊണ്ട് മനുഷ്യ അന്തസ്സുകൾ പിച്ചി ചീന്തപ്പെടുന്ന ഒരു ദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. And the addiction that grips the imagination and souls of our people. ദൈവം അവരിൽ നിക്ഷേപിച്ചിരുന്ന ദൈവിക സാദൃശ്യത്തെ കെടുത്തിക്കളയുന്ന പല അന്ധകാര ശക്തികളും അവിടെ പ്രബലമാണ്. The scourge of poverty, പാപം, ദാരിദ്ര്യത്തിന്റെ അതിപ്രസരം. In a world that has more than enough resources and technological know-how to feed everyone on earth. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും പോഷിപ്പിക്കുവാൻ തക്ക വിഭവങ്ങളുള്ള സാങ്കേതിക വിദ്യകളുടെ ലോകത്തിൽ ഇന്ന് ദാരിദ്ര്യം വല്ലാതെ നമ്മെ പിടികൂടിയിരിക്കുന്നു. Continues to dehumanize people as they scrape for food in dustbins. പ്രിയമുള്ളവരെ, കുപ്പത്തൊട്ടികളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾക്കായി ഓടി നടക്കുന്ന മനുഷ്യരെ നാം ഇന്ന് ദർശിക്കുന്നു. അത് അപമാനീകരണത്തിന്റെ വലിയ അടയാളമാണ്. Some fathers are unable to provide for their families. കുടുംബത്തിന് ഭക്ഷണം നൽകുവാൻ കഴിയാതെ പോകുന്ന മാതാപിതാക്കളുടെ ചിത്രം നമ്മുടെ മുൻപിലുണ്ട്. Young people live hopeless lives because of unemployment. തൊഴിലില്ലായ്മ മൂലം ചെറുപ്പക്കാർ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി അലയുന്നു. Women live under the threat of violence in public spaces and in their own homes. പൊതു ഇടങ്ങളിലും അവരുടെ ഭവനങ്ങളിലും അക്രമം നേരിടുന്ന സ്ത്രീത്വത്തിന്റെ ചിത്രവും നമ്മുടെ മുൻപിൽ സത്യമായും വെളിപ്പെടുകയാണ്. Human trafficking and modern slavery is fueled by the need for sexual exploitation and cheap labor. കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളെ സമാഹരിക്കുന്നതിനും ലൈംഗിക ആസക്തികൾക്ക് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നതിനും മനുഷ്യക്കടത്തും ആധുനിക അടിമത്തവും ഇന്ന് നമ്മുടെ മധ്യത്തിൽ വല്ലാതെ പ്രബലപ്പെട്ടു വരികയാണ്. And it's at the soul of individual people who are victims of such, but also as a common identity of who we are as people before God. ദൈവത്തിന്റെ മുൻപിൽ നാം ആരാണ് എന്ന ബോധ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ അപഹരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അത്തരത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ നമുക്കിന്ന് കാണാം. Our dignity is being destroyed by greed. നമ്മുടെ അന്തസ്സും അഭിമാനവും ഇന്ന് കവർന്നെടുക്കുന്നത് അത്യാഗ്രഹമാണ്, ആർത്തിയാണ്. And this insatiable appetite to amass and get as many things as possible. എനിക്ക് കൂടുതൽ വേണമെന്ന ആർത്തിയുണ്ടല്ലോ, അത് മാനുഷ്യ കുലത്തെ ഇന്ന് കാർന്നെടുക്കുന്ന ഒരു രോഗമാണ്. Ends up seeing people only as tools for economic exploitation without dignity on their own. മനുഷ്യരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും കെടുത്തിക്കൊണ്ട് മനുഷ്യരെ കേവലം സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ജീവിക്കുന്നത്. And people sin as such ആളുകൾ ഇന്ന് പാപം ചെയ്യുന്നു, are discarded by society when they cannot serve economic interests. പലപ്പോഴും ആളുകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കഴിയുന്നില്ല എങ്കിൽ അവരുടെ സാമ്പത്തിക ലാഭശേഷി നഷ്ടപ്പെടുമ്പോൾ കരിമ്പിൻ ചണ്ടി പോലെ അവരെ ഉപേക്ഷിക്കുന്ന ലോകമാണ്. Our dignity is destroyed by value given to us.
നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന മൂല്യബോധം നഷ്ടപ്പെടുത്തുകയും നമ്മുടെ ജീവിതം അപമാനീകരണത്തിന്റെ യാത്രയിലാവുകയും ചെയ്യുന്നു. Not by God's image at creation. ദൈവത്തിന്റെ സാദൃശ്യം സൃഷ്ടിയിൽ നൽകിയ അത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. But by social structure and status. പലപ്പോഴും ഇന്ന് മനുഷ്യന്റെ വില നിർണ്ണയിക്കുന്നത് സമൂഹം നിശ്ചയിച്ചിരിക്കുന്ന ചില നിലവാരങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ്. That puts us at the lower rung of society. പലപ്പോഴും നീചമായ സാമൂഹിക ക്രമങ്ങൾ മനുഷ്യന്റെ കുലത്തിൽ ഇന്ന് വല്ലാതെ വിവേചനങ്ങൾ സൃഷ്ടിക്കുകയാണ്. Coming from South Africa, I know the dehumanizing pain of being put at the lowest rung of the social structure. സമൂഹത്തിന്റെ ഘടനയിൽ ഏറ്റവും കീഴ്ത്തട്ടിലേക്ക് അഴുക്ക് ചാലിലേക്ക് തള്ളിയിടപ്പെട്ട മനുഷ്യരുടെ വേദനകൾ ദക്ഷിണാഫ്രിക്കയിൽ വന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് നന്നായി അറിയാം. Because of no other reason but how I look and the darker my skin, in the lowest I am to occupy in society. പലപ്പോഴും എൻ്റെ തൊലിയുടെ നിറം കറുപ്പായതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഏറ്റവും കീഴ്ത്തട്ടിലേക്ക് പലപ്പോഴും ഞാൻ തള്ളിയിടാറുണ്ട് ആളുകൾ. I know the feeling of being an outcast. പലപ്പോഴും ഞാനൊരു പുറം ജാതിക്കാരനായി തള്ളപ്പെട്ടവനായി കീഴ്ജാതിക്കാരനായി പലപ്പോഴും എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. Untouchable. പലപ്പോഴും അസ്പർശ്യനായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ stripped of my dignity. പലപ്പോഴും എൻ്റെ അന്തസ്സും അഭിമാനവും I exist as the lowest form of human expression. പലപ്പോഴും ഈ സാമ്രാജ്യത്വ ലോകത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനായി തള്ളപ്പെട്ടവനായി പലപ്പോഴും കാണപ്പെടാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. My brothers and sisters, we live in a culture of social media which promise to have us more connected as the global community. പലപ്പോഴും ആഗോള സമൂഹം എന്ന നിലയിൽ ആഴമായ ബന്ധങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. Yet produces the loneliest generation in human history. പക്ഷേ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ സാമൂഹിക മാധ്യമങ്ങൾ മനുഷ്യരെ ഏകാന്തതയുടെ തടവറയിലേക്കാണ് തള്ളിയിടുന്നത്. We chase clickbaits. പലപ്പോഴും അയഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് നാം അതിന്റെ പിന്നാലെ യാത്ര ചെയ്യാറുണ്ട്. One superficial popularity. പലപ്പോഴും അമാനുഷികമായിട്ടുള്ള പ്രശസ്തി തേടിക്കൊണ്ട് നാം സഞ്ചരിക്കാറുണ്ട്. We traffic and profit in hate and anger. പലപ്പോഴും വിദ്വേഷത്തിലൂടെ ലാഭം കൊയ്യുവാൻ മനുഷ്യരെ കടത്തുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. We chase fake sanitized lifestyles that leave us confused. പലപ്പോഴും നമ്മളെ കുഴമറച്ചിലുകളിലേക്ക് നയിക്കുന്ന ചില സൗന്ദര്യം പൗഡർ ഇട്ടുകൊണ്ടുള്ള ചില കേവലമായ സൗന്ദര്യ ബോധങ്ങൾ Dislocated, empty. പലപ്പോഴും നമ്മളെ സ്ഥാനഭ്രംശരാക്കുന്നു. Full of anger and even unto ourselves. പലപ്പോഴും നമുക്ക് നമ്മോടും മറ്റുള്ളവരോടും ഭ്രാന്തുണ്ടാകുന്നു, കോപം നമ്മിൽ ജനിക്കുന്നു. Depressed and suicidal. പലപ്പോഴും വിഷാദാത്മകമായ തലത്തിലേക്കും ആത്മഹത്യയിലേക്കും നാം കടന്നു പോകുന്നു. As experienced by young people. പലപ്പോഴും യൗവനക്കാർ ഈ വിഷാദാത്മകയിലേക്കും ആത്മഹത്യയിലേക്കും യാത്ര ചെയ്യാറുണ്ട്. Who see lives they cannot reach. പലപ്പോഴും ജീവിതത്തിൽ ലക്ഷ്യം ഞങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ലല്ലോ എന്ന് ഓർത്ത് Through Facebook and TikTok. പലപ്പോഴും ടിക്ടോക്കിലൂടെയും ഫേസ്ബുക്കിലൂടെയും അയഥാർത്ഥമായ ലോകത്തിലൂടെ അവർ സഞ്ചരിക്കുന്നു. And because they can't reach those lives, അവർക്ക് പ്രതീക്ഷയെ വെക്കുന്ന ഇടത്തിലേക്ക് അവർക്ക് എത്തുവാൻ കഴിയാതെ വരുമ്പോൾ they live lives of hopelessness. പലപ്പോഴും അവർ പ്രതീക്ഷ കുഴിച്ചിടപ്പെട്ടവരായി പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. And devoid of love and self-respect. പലപ്പോഴും സ്വാഭിമാനവും സ്നേഹവും നഷ്ടപ്പെട്ടുകൊണ്ട് അവർ വല്ലാതെ ഉഴലുന്ന ഒരു ലോകത്തിലാണ് നാം പാർക്കുന്നത്. We struggle to live with ourselves, let alone in community. പലപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ള ഒരു രീതിശാസ്ത്രം ഇന്ന് നമ്മുടെ ഇടങ്ങളിൽ വർദ്ധിക്കുകയാണ്. In many ways the words of lamentation echo in our souls. ഇവിടങ്ങളിൽ നാം വായിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകങ്ങളിലെ ചില വാക്യങ്ങൾ ഇവിടെ നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. I have been deprived of peace, laments the writer. നീ എന്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി ഞാൻ സുഖം മറന്നിരിക്കുന്നു എന്ന വിലാപങ്ങളുടെ രചയിതാവ് പറയുകയാണ്. I've forgotten what prosperity is. എന്റെ മഹത്വവും യഹോവയിലുള്ള പ്രത്യാശയും പോയിപ്പോയല്ലോ എന്ന് പറയുന്നു. So I say my splendor is gone and all that I hope for from the Lord. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ മഹത്വവും നഷ്ടപ്പെട്ടല്ലോ എന്ന് വിലപിക്കുന്ന എഴുത്തുകാരന്റെ വാക്കുകളാണ് നാം കേട്ടത്. I remember my affliction and my wanderings, he continues. പലപ്പോഴും ഇതൊക്കെ വായിക്കുമ്പോൾ എന്റെ അതിശയം വർദ്ധിക്കുന്നു. The bitterness and the gall, I will remember them. പലപ്പോഴും ഞാൻ
അവരുടെ ഇടയിൽ അവരുടെ വളരെയധികം കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാവുകയാണ്. And my soul is downcast. He concludes in chapter 3 verse 20, Lamentations. വിലാപങ്ങൾ 3-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള 20 വാക്യങ്ങളിലാണ് യഹോവയിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്. Despite all this deformity, ഈ ലോകത്തിലുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കെ, moral crisis and deep dehumanizing reality, പലപ്പോഴും നൈതികമായ പ്രതിസന്ധികളും അപമാനീകരണത്തിന്റെ തലങ്ങളും ഇന്ന് നമ്മുടെ ഇടങ്ങളിൽ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നു. we gathered here in Kerala on this 131st convention. 131ാമത് മാരാമൺ കൺവെൻഷനിൽ നാം ഇന്ന് ഈ പന്തലിൻ കീഴിൽ കൂടിയിരിക്കുമ്പോൾ declare with confidence വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയുവാൻ കഴിയണം, that we met a God, ദൈവമേ ഞാൻ എന്തുമായിക്കൊള്ളട്ടെ, and that God in the burning bush ദൈവമേ നീ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട ദൈവമാണല്ലോ, declared to Moses, I quote, മോശയ്ക്ക് വെളിപ്പെടുത്തി മോശയോട് സംസാരിച്ച ഒരു ദൈവമുണ്ടല്ലോ, ആ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന ദൈവം. I have heard the cries of my people. എന്റെ ജനതയുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവം. I have seen their affliction. അവരുടെ ജീവിതത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് പറയുന്ന I ദൈവം. have come down to save them. അവരെ രക്ഷിക്കുവാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. We know a Jesus who looked at the stormy sea and said to the stormy sea, be quiet. നാം വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ വായിക്കുന്നല്ലോ, പ്രക്ഷുബ്ധമായ കടലിനെ നോക്കി ശാന്തമാകുക എന്ന് പറയുന്ന ക്രിസ്തുവിനെയും പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. In Christ, let us encounter this Jesus in the narrative of Mark as recorded for us in our reading today. കർത്താവിൽ പ്രിയ സഹോദരിമാരെ, ആ യേശുവുണ്ടല്ലോ, ആ യേശുവിനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം വിവരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. In this text, the writer of Mark presents Jesus. ഈ വേദഭാഗത്ത് മർക്കോസ് എന്ന സുവിശേഷകൻ യേശുക്രിസ്തുവിനെ ഇപ്രകാരമാണ് അടയാളപ്പെടുത്തുന്നത്. The Son of God is responding to that perennial and deep human need. മനുഷ്യരുടെ സ്ഥായിയായ നിലവിളികൾക്ക് മുൻപിൽ പ്രതികരിക്കുന്ന സർഗാത്മകമായി ഇടപെടുന്ന ഒരു ക്രിസ്തുവിനെയാണ് മർക്കോസ് വരച്ചു കാണിക്കുന്നത്. Born in the disconnect between God and humanity to sin. മനുഷ്യർ പലപ്പോഴും ദൈവവും മനുഷ്യകുലവും തമ്മിലുള്ള പാപം നമ്മളെ അകറ്റുമ്പോൾ, and the loss of dignity as we live our lives. പലപ്പോഴും അന്തസ്സും അഭിമാനവും ദൈവ തേജസ്സും നഷ്ടപ്പെടുത്തി നാം സഞ്ചരിക്കുമ്പോൾ, of wanting to be seen and wanting to be known. പലപ്പോഴും നമുക്ക് ദൃശ്യപരതയും നമ്മുടെ ശബ്ദം കേൾക്കുവാനും നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ആരും കേൾക്കുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്ന ചിന്ത നമ്മളെ ഭരിക്കാറുണ്ട്. The writer highlights the matter though through that simple and yet powerful question. പലപ്പോഴും ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ സുവിശേഷകൻ വളരെ ശക്തമായതായ സ്ഥായിയായ ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. What is your name? നിന്റെ പേരെന്ത്? Put simply, വളരെ ലളിതമായി പറഞ്ഞാൽ, who are you? നീ ആരാണ് എന്നാണ് യേശു ചോദിക്കുന്നത്. This question is central to the story presented to us by Mark in this section we read. ഈ വേദഭാഗത്ത് മർക്കോസ് രേഖപ്പെടുത്തുന്ന ഈ വേദഭാഗത്ത് നാം അങ്ങനെയുള്ള അശുദ്ധാത്മാവ് ബാധിച്ചുള്ള യേശുവുമായുള്ള സംഭാഷണമാണ് നാം വായിക്കുന്നത്. Though the story is introduced is one of dehumanizing living circumstances rather than one of identity. ഇവിടെ സ്വത്വാന്വേഷണത്തെക്കാൾ അപ്പുറത്ത് അപമാനീകരണത്തിന്റെ നേർചിത്രമാണ്, പരിച്ഛേദമാണ് ഈ വേദഭാഗത്ത് നാം വായിച്ചെടുക്കുന്നത്. Chapter 5 in the Gospel, Mark starts with Jesus voluntarily crossing the lake. നാം വായിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ യേശു കടലിനപ്പുറത്തേക്ക്, നദിക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യുവാൻ സ്വമേധയാ തീരുമാനിച്ച് യാത്ര ചെയ്യുന്ന ക്രിസ്തു. If you read this gospel with any attention, നാം ശ്രദ്ധയോടെ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ, you will know that this crossing over does not start in chapter 5. ഇത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മാത്രമല്ല ആരംഭിക്കുന്നത്. It is born in chapter 4 verse 35. 4-ാം അധ്യായം 35-ാം വാക്യം മുതൽ ഈ ചർച്ച ആരംഭിക്കുന്നുണ്ട്. Where Jesus says to his disciples, let us go over to the other side. നാം അക്കരയ്ക്ക് പോക എന്ന് സന്ധ്യയായപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന യേശുവിനെ നാം അവിടെ വായിച്ചെടുക്കുന്നുണ്ട്. And chapter 4 ends with Jesus bringing stillness in the moment of cosmic turbulence. പ്രക്ഷുബ്ധമായ കോളിടക്കം നിറഞ്ഞ പ്രകൃതിയുടെ വലിയ കോളിടക്കത്തിൽ, തിരയിളക്കത്തിൽ പ്രക്ഷുബ്ധമായ കടലിനെ ശാന്തമാക്കുന്ന ക്രിസ്തുവിനെയും നാം അവിടെ കാണുന്നുണ്ട്. Whilst challenging his followers to keep faith
even in the world, even if the world is in a storm. പ്രക്ഷുബ്ധമായ ഈ ലോകത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ തന്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് നാം ഇവിടെ വായിക്കുന്നത്. When the world is in a storm, പലപ്പോഴും ലോകം പ്രക്ഷുബ്ധമാകുമ്പോൾ, കോളിളക്കം നമ്മളെ വല്ലാതെ ഭ്രമിപ്പിക്കുമ്പോൾ, we who follow Jesus നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ hold on to Jesus even though he might appear asleep in the ship. പലപ്പോഴും കർത്താവ് ഉറങ്ങുകയാണെങ്കിൽ പോലും ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. We hold on and anchored in his presence and connect with the words of the psalmist. നമ്മൾ ആ സമയത്ത് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളെ ഉരുവിട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രക്ഷുബ്ധമായി ഈ ലോകത്തിൽ നാം യാത്ര ചെയ്യണം. God is our refuge and strength, writes the psalmist. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നുവെന്ന് സങ്കീർത്തനം 46-ൽ നാം വായിക്കുന്നുണ്ട്. An ever-present help in trouble. അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. Therefore we will not fear. അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുകയില്ല. Though the earth gives way and the mountains fall into the heart of the sea. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിലെ വീണാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. Though waters roar and foam and mountains quake with their surging. അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. There is a river whose stream make glad the city of God. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. God is with her, she will not fall, concludes the psalmist. പ്രിയമുള്ളവരെ, ദൈവം നമ്മളുടെ മധ്യേ സത്യമായിട്ടുണ്ട്. അവൻ നമ്മളെ ഒരു നാളും പ്രക്ഷുബ്ധമായ ജീവിതാനുഭവങ്ങളിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. With that faith in our hearts, അതുകൊണ്ട് ആ വിശ്വാസത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് we follow Jesus in chapter 5 as he lands on the other side. നാം വായിക്കുന്നുണ്ട്, ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് യേശുവിനോടൊപ്പം യാത്ര ചെയ്യാം. അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന തീരത്തണയുന്ന ഒരു ക്രിസ്തുവിനെ. And after crossing the lake, നാം വായിക്കുന്നുണ്ട്, ആ തടാകത്തെ അപ്പുറത്തേക്ക് യാത്ര ചെയ്ത് കഴിയുമ്പോൾ Jesus is confronted യേശു അവിടെ അഭിമുഖീകരിക്കുന്നത് not by the cosmic turbulence of yesterday, പ്രകൃതി ഉണ്ടാക്കിയ പ്രക്ഷുബ്ധമായ കോളിളക്കമല്ല അവിടെ യേശു but അഭിമുഖീകരിക്കുന്നത്. by a deep personal and spiritual turmoil. പക്ഷേ അവിടെ നേരിടുന്നത് വ്യക്തിപരവും എന്നാൽ ആത്മീയവുമായ ഒരു തിരയിളക്കമാണ്. കലങ്ങി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് യേശു A man അഭിമുഖീകരിക്കുന്നത്. with an impure spirit came to meet Jesus. യേശു ക്രിസ്തുവിനെ ഒരു അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്നു. The man meeting Jesus lived in the tombs. അവൻ കല്ലറകളിൽ പാർത്ത മനുഷ്യനായിരുന്നു, അശുദ്ധാത്മാവ് ബാധിച്ചവൻ. And there's no one who could bind him anymore. അവനെ ആർക്കും അടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. Not even with a chain. അവനെ ചങ്ങലകൾ കൊണ്ടുപോലും അവനെ ബന്ധിക്കുവാൻ He tore the കഴിഞ്ഞിരുന്നില്ല. chains apart and broke the irons. അവൻ ഈ ഇരുമ്പ് ചങ്ങലകളെ തകർത്തെടിഞ്ഞുകൊണ്ട് അവൻ നിയന്ത്രണ വിധേയനാകാതെ സഞ്ചരിക്കുമായിരുന്നു. No one was strong enough to subdue him. അവനെ കീഴടക്കുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. My friends, my siblings who gather here in this convention, കർത്താവിൽ പ്രിയ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, the first thing that happens is this. ആദ്യം സംഭവിക്കുന്നത് ഇതാണ്. Jesus goes also towards the man. യേശു ക്രിസ്തു ആ മനുഷ്യന്റെ പച്ചയായ ജീവിതാനുഭവങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ്. Our God does not see our tragedy and runs away from our tragedy. നമ്മുടെ ജീവിതത്തിന്റെ പ്രക്ഷുബ്ധതകളും പ്രതിസന്ധികളും കണ്ട് ഓടിപ്പോകുന്ന ദൈവമല്ല, പകരം അതിന്റെ മധ്യത്തിൽ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെയാണ് നാം ഇവിടെ വായിക്കുന്നത്. Whatever tragedy, whatever catastrophe you face, yourself, your family, your community and your nation, God does not move away from you. God goes towards you. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തും നമ്മുടെ കുടുംബത്തും നമ്മുടെ സഭയിലും നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം പ്രക്ഷുബ്ധമായ ദുരിത പെയ്ത്തുകളുടെ കാലം വന്നാലും അതിന്റെ മധ്യത്തിൽ നമ്മുടെ ഇറങ്ങി വരുന്ന ഒരു ജീവനുള്ള ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ആ ക്രിസ്തുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. Our personal turbulences do not make God move away from us. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഒരിക്കലും ദൈവത്തെ ഭയപ്പെടുത്തി ദൈവം അവിടെ നിന്ന് ഓടിപ്പോകുവാൻ ഇടയാകുന്നില്ല. Others may leave us, but God will never leave us nor forsake us. നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന പലരും നമ്മളെ ഉപേക്ഷിച്ചു പോയേക്കാം, പക്ഷേ നമ്മുടെ ദൈവം ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. As I proceed, my brothers and sisters, allow me to just take an off ramp. ഞാൻ വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ, ഞാൻ എൻ്റെ ഈ പഠനം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ, Metropolitan, that allow me to take us off ramp, because there's something strange in the power that is exhibited by this man who lives in the tombs. ഈ
കല്ലറകളിൽ പാർത്തിരുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ ചില വൈയിത്ര സ്വഭാവമുള്ള അധികാരത്തെ അവൻ ഇവിടെ കാണിക്കുന്നുണ്ട്. In a world that worships strength and domination, വളരെ കരുത്തിനെയും അധികാരത്തെയും അധീശത്വത്തെയും ആരാധിക്കുന്ന ലോകത്തിൽ, unrestrained power, നിയന്ത്രണ വിധേയമല്ലാത്ത കരുത്ത്, power that tear chains apart and break irons, നിയന്ത്രണ വിധേയമല്ലാതെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞു കൊണ്ടുപോകുന്ന കരുത്തുണ്ടല്ലോ, when no one was strong enough to subdue him or us, നമ്മെയോ അശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് നമ്മളോ പലപ്പോഴും ആരാലും നിയന്ത്രിക്കപ്പെടുവാൻ കഴിയാതെ വണ്ണം യാത്ര ചെയ്യുന്ന നമ്മുടെ ചില യാത്രകളുണ്ടല്ലോ. Mark says to us today, മർക്കോസ് നമ്മളോട് ഇന്ന് പറയുന്നത്, if you cannot be subdued by anything or anyone, ആരാലും എന്തിനാലും നമ്മളെ കീഴടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, if there's no moral force to keep your power in check, നമ്മുടെ ദൈവബോധ്യങ്ങളും നൈതിക ബോധ്യങ്ങളും നമ്മളെ നിയന്ത്രിക്കുവാൻ സാധ്യമാകുന്നില്ല എങ്കിൽ, if there's no institution that holds you accountable, നിങ്ങളെ കുറച്ചും കൂടെ ചേർത്ത് പിടിക്കുവാൻ, വിശ്വസ്തരാക്കുവാൻ, നിയന്ത്രിക്കുവാൻ ഒരു സ്ഥാപനത്തിനും if കഴിയുന്നില്ലെങ്കിൽ, there is no community that subdues you at all, നിങ്ങളെ കീഴടക്കുവാൻ, നിയന്ത്രിക്കുവാൻ ഒരു സമൂഹത്തിനും കഴിയുന്നില്ല എങ്കിൽ, if you do as you wish because you've got power, എനിക്ക് അധികാരമുണ്ട്, കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊള്ളാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, Mark says to us, even though you might be a pastor, even though you might be a politician, even though you might even be a bishop, if there is nothing that subdues your power, പ്രിയമുള്ളവരെ, നിങ്ങളൊരു അച്ഛനാകാം, തിരുമേനിയാകാം, രാഷ്ട്രീയ നേതാവാകാം, നിങ്ങളെ നിയന്ത്രിക്കുവാൻ ഏതെങ്കിലും ദൈവിക ബോധ്യങ്ങൾക്കോ സഭയ്ക്കോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന് തുല്യനാണ്. you are flirting with death because you live in the tombs. പലപ്പോഴും നമ്മൾ ഈ കല്ലറകളിൽ പാർക്കുന്ന മനുഷ്യനുണ്ടല്ലോ, മരണത്തോട് ശൃംഖരിക്കുന്നവനാണ്. And you are a man with an impure spirit. അശുദ്ധാത്മാവിന്റെ കരുത്താണ് അവനെ ഭരിക്കുന്നത്. Because your ego is running amok. നിങ്ങളുടെ ഇടയിൽ വ്യാപിക്കുന്നത് നമ്മളുടെ ഞാൻ എന്ന ഭാവമാണ്. There's no one better than you. എന്നേക്കാൾ മികച്ചവൻ ആരുമില്ല എന്ന ചിന്ത. There is no one you are accountable to. എനിക്ക് ആരോടും കണക്ക് പറയേണ്ടതില്ല എന്ന ബോധ്യം. My brothers and sisters in Christ, എനിക്ക് കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, unrestrained power, നിയന്ത്രണ വിധേയമല്ലാത്ത അധികാരമുണ്ടല്ലോ, കരുത്തുണ്ടല്ലോ, unaccountable power, ആരോടും കണക്ക് ബോധിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന സർഗാത്മകത, ലെവലേശമില്ലാത്ത കരുത്തുണ്ടല്ലോ, having no one to subdue it, എന്നെ ആരും കീഴ്പ്പെടുത്തുവാനില്ല എന്ന് ചിന്തിക്കുന്ന ആ ഭാവമുണ്ടല്ലോ, authority devoid of the restraining power of love. പലപ്പോഴും നമ്മൾ അതൊക്കെ ചെയ്യുന്നത് സ്നേഹരാഹിത്യത്തിന്റെ ഇടമായതുകൊണ്ടും നമ്മൾ ദൈവത്തിന് പോലും നമ്മളെ നിയന്ത്രിക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടും is nothing more than tyranny. ഏകാധിപത്യത്തിന് അതിന്റെ മറ്റൊരു വിവക്ഷയാണ് നാം ഇവിടെ കാണുക. It is a sign of impurity and the start of decaying. നാം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നശിപ്പിക്കുന്നതിനും ജീർണതയുടെ അനുഭവത്തിലേക്കുമുള്ള യാത്രയാണ് ഇങ്ങനെ നമുക്ക് ചിന്തകൾ ഉണ്ടാകുമ്പോൾ. Mark continues and deepens the crisis, my leaders. പ്രിയമുള്ളവരെ, മാർക്കോസ് വീണ്ടും പറയുകയാണ്, ഈ ചർച്ച തുടരുകയാണ്. The man is not only a danger to others. ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ മറ്റുള്ളവർക്ക് മാത്രമല്ല അപകടകാരി, ultimately he is a danger to himself. അവന് തന്നെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. Mark writes, മർക്കോസ് എഴുതുകയാണ്, night and day among the tombs and in the hills he would cry out and cut himself with stones. അവൻ ആ മലകളിലും കല്ലറകളിൽ നിന്നുകൊണ്ട് രാത്രിയും പകലുമെന്നില്ലാതെ ഉറക്ക നിലവിളിക്കുകയും സ്വയം ഹനിക്കുകയും ചെയ്യുന്നതായി മർക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. When we exist with no moral, legal or institutional restraint, പ്രിയമുള്ളവരെ, ദൈവശാസ്ത്ര നൈതിക നിയമപരമായ ബോധ്യങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നില്ലാതെ, അതിന് വിധേയമാകാതെ അതിനപ്പുറത്ത് നാം പാർക്കുമ്പോൾ, when we are driven by our egos and by our own self-importance, നമ്മളുടെ സ്വയശക്തിയിലും നമ്മുടെ കരുത്തിലും ആശ്രയിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യുമ്പോൾ, we are not far from hurting ourselves. പ്രിയമുള്ളവരെ, നാം ഓർക്കണം, ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ പോലെ നാം നമ്മളെ തന്നെ ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. When we are controlled by impure spirits, we always live with disregard of our values and become danger to ourselves also. പ്രിയമുള്ളവരെ, അശുദ്ധാത്മാവിനാൽ നാം പിടിക്കപ്പെട്ടവരാകുമ്പോൾ
ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യ മൂല്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുകയില്ല എന്ന് മാത്രമല്ല, നാം അപകടത്തിൽ മരണത്തോട് ചേർന്ന് നടക്കുകയുമാണ്. Without restraint, we become addicted to power and addicted to impulses that are beyond our control. പലപ്പോഴും നമ്മൾ ഇപ്രകാരം ജീവിക്കുമ്പോൾ ഭോഗാസക്തിയിലും അധികാരത്തിനും ധനത്തിനും കീഴ്പ്പെട്ടവരായി നാം ജീവിക്കാറുണ്ട്. Having experienced this, then Mark takes us then to Jesus' response. നാം അതിനുശേഷം നാം വായിക്കുന്നത് മർക്കോസ് കൃത്യമായി കോറിയിടുന്നുണ്ട് ക്രിസ്തുവിന്റെ പ്രതികരണം എന്ത് എന്നതിനുള്ളതിനെ കുറിച്ച്. Having explained the crisis of the man, ഈ മനുഷ്യന്റെ പ്രതിസന്ധി, അവന്റെ വ്യക്തിത്വ പ്രതിസന്ധി വിവരിച്ചതിനു ശേഷം and those around him, അവന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ, Mark presents Jesus with what I call prophetic pastoral presence. ഇവിടെ നാം വായിക്കുന്നത് യേശു ക്രിസ്തുവിനെ മർക്കോസ് പരിചയപ്പെടുത്തുന്നത് പ്രവാചക അജപാലന ദൗത്യത്തിൽ ഏർപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിനെയാണ് മർക്കോസ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. Mark records മർക്കോസ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, when this man saw Jesus from a distance. ഈ മനുഷ്യൻ, അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ യേശു ക്രിസ്തുവിനെ ദൂരത്ത് നിന്ന് തന്നെ കണ്ടപ്പോൾ, The Bible tells us, വേദപുസ്തകം നമ്മളോട് പറയുന്നു, the man ran and fell on his knees, shouting at the top of his voice. അവൻ ശബ്ദമുയർത്തി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മുൻപിൽ നമസ്കരിക്കുന്നതായി നാം കാണുന്നുണ്ട്. What do you want from me, Jesus, Son of the Most High God? എനിക്കും നിനക്കും തമ്മിൽ എന്ന മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന ഉച്ചത്തിൽ നിലവിളിക്കുന്ന മനുഷ്യൻ, In God's name, don't torture me. ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് ആ മനുഷ്യൻ ഉറക്കെ നിലവിളിക്കുകയാണ്. This is a curious conversation we have. ഇത് വളരെ കൗതുകകരമായ ഒരു സംഭാഷണമാണ്, വർത്തമാനമാണ്. We have no time today to engage all the nuances and the hidden messages. ഈ വേദഭാഗത്തെ അതിന്റെ സൂക്ഷ്മ തലത്തിലും അതിന്റെ മറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് ഇപ്പോൾ സമയമില്ലല്ലോ. I must say though, എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. it is strange. ഇത് വളരെ വിചിത്രമുള്ള ഒരു വർത്തമാനമാണ്. And I've seen it in society. ഇത് ഞാൻ ഈ വർത്തമാനം ഈ സമൂഹത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. Those who torture others മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന ആളുകൾ present themselves as victims. പലപ്പോഴും അവർ സ്വയം ഇരവാദം ഉന്നയിച്ചുകൊണ്ട് അവർ ഞങ്ങൾ പീഡകരല്ല എന്ന് പറയാറുണ്ട്. The spirit goes to Jesus എന്നാൽ ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ and says to Jesus, അവൻ യേശുവിനോട് പറയുന്നു, don't torture me. എന്നെ ദയവായി പീഡിപ്പിക്കരുത് എന്ന് ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ യേശുവിനോട് പറയുന്നു. I've seen people who do bad and present themselves as victims. പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇരവാദം ഉന്നയിക്കുന്ന ചിത്രം ഈ ലോകത്തിൽ നാം പലയിടത്തും I'm not വായിക്കുന്നുണ്ട്. going to spend time on that today. ആ ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. All I want to say though, എങ്കിലും ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, in the presence of justice, നീതിയുടെ ഇടത്തിൽ, in the presence of goodness, നന്മയുടെ സാന്നിധ്യത്തിൽ, in the presence of love and divine and God's presence, ദൈവത്തിന്റെയും സ്നേഹത്തിന്റെയും ആഴമായ സാന്നിധ്യം നിഴലിക്കുന്ന ഇടത്ത്, even from a distance, അങ്ങനെയുള്ള ഒരു ഇടത്തുണ്ടല്ലോ, ദൂരത്ത് നിന്ന് പോലും evil trembles. പൈശാചിക ശക്തികൾ ഭ്രമിക്കുവാൻ സാധ്യതയുണ്ട്. When the church is present with clarity, morality and good living representing God, പ്രിയമുള്ളവരെ, സഭയുണ്ടല്ലോ ആഴമായ ദൈവബോധ്യത്തിലും വിശ്വാസ തീഷ്ണതയിലും വിശ്വാസ സ്ഥൈര്യത്തിലും നൈതിക ബോധ്യത്തിലും നിലനിൽക്കുകയാണെങ്കിൽ പാപത്തിന്റെ ശക്തികൾ നമ്മളെ കണ്ടുമ്പോൾ ഭയന്ന് വിറങ്ങലിക്കും. standing pastorally and prophetically with the victims in society, അജപാലന ബോധ്യത്തോടും പ്രവാചക ശുശ്രൂഷയോടും കൂടെ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് നാം നിൽക്കുകയാണെങ്കിൽ പാപത്തിന്റെ ശക്തികൾ നമ്മുടെ മുൻപിൽ വിറങ്ങലിച്ചു നിൽക്കും. evil sees the church from afar and it trembles. നമ്മുടെ സഭയെ ദൂരത്ത് നിന്ന് കണ്ടാൽ പോലും പാപത്തിന്റെ ക്രമം ഭയന്ന് വിറങ്ങലിക്കും. Because when it sees that church, നമ്മുടെ സഭയെ, അങ്ങനെയുള്ള ഒരു സഭയെ കാണുമ്പോൾ it knows that church is kept together, inspired by God and empowered by God to be the ones that God wants the world to see. ദൈവത്താൽ പ്രചോദിതരും ദൈവത്താൽ പിടിക്കപ്പെട്ടവരുമായി ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാക്കുവാൻ നിയോഗിക്കപ്പെടുന്ന വിശ്വാസ പ്രസ്ഥാനമാണ് ഈ സഭയെന്ന് അവർ കണ്ട് നമ്മുടെ മുമ്പിൽ ഭയന്ന് വിറങ്ങലിക്കും. A powerful church disturbs the presence of evil. It makes evil tremble because evil knows when it looks in the mirror, it can't find itself because the God of goodness is the one that is in control of that church. പ്രിയമുള്ളവരെ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സഭയുണ്ടല്ലോ, ഈ സഭ കണ്ണാടിയിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപമുള്ള സഭയുണ്ടെങ്കിലോ ആ സഭയുണ്ടല്ലോ ഈ ലോകത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക്, പാപക്രമങ്ങൾക്ക്,
ഭയം സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള കരുത്തുള്ള ഒരു സഭയാണ്. I raised this question on Wednesday. I raised it again. ഞാൻ ബുധനാഴ്ച ഇതേ ആശയം ഞാൻ ഉന്നയിച്ചിരുന്നു. Why is evil not trembling in the presence of the church today? ഇന്ന് എന്തുകൊണ്ടാണ് സഭയുടെ മുൻപിൽ നമ്മളെ കണ്ടിട്ട് ഈ പൈശാചിക ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ ഭയന്ന് വിറങ്ങിലിക്കാത്തത്? I then proceed, my brothers and sisters, and hear another warning from Mark. ഞാൻ വീണ്ടും മുൻപോട്ട് പോകട്ടെ. മർക്കോസ് ചില മുന്നറിയിപ്പുകൾ, ചില സൂചനകൾ നമുക്ക് നൽകുകയാണ്. Mark says the spirit മർക്കോസ് പറയുന്നു, ആത്മാവ് does not only tremble. അവിടെ അശുദ്ധാത്മാവ് ഭയന്ന് വിറങ്ങിലിക്കുക മാത്രമല്ല. And I want to be soft when I say this. ഞാൻ ഇത് പറയുമ്പോൾ അല്പം മൃദുവായി പറയട്ടെ. It uses false piety. അവൻ കേവലം ഭയന്ന് വിറങ്ങിലിക്കുക മാത്രമല്ല, ഭക്തിയുടെ ചില സ്വഭാവങ്ങളും അവൻ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. It even knows the language of God. അവന് ഈ അശുദ്ധാത്മാവിനുണ്ടല്ലോ ദൈവത്തിന്റെ ഭാഷ പോലും അറിയാം. It even knows how to worship God. അവന് ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നും അവനറിയാം. It knows which praise to raise. ഈ ആർക്കാണ് മഹത്വം കരയേറ്റേണ്ടതെന്നും ഈ അശുദ്ധാത്മാവിനറിയാം. If you think I'm wrong, read Mark again. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഈ മർക്കോസിന്റെ സുവിശേഷം വീണ്ടും വായിക്കണം. The evil spirit says to Jesus, ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ യേശുവിനോട് പറയുന്നു, Son of the Most High God. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നാണ് യേശുവിനെ അവൻ അഭിസംബോധന And ചെയ്യുന്നത്. therefore, it's not the fact that he doesn't know God, nor God's language. ദൈവത്തിന്റെ ഭാഷ അറിയാത്തവനോ ദൈവത്തെ അറിയാത്തവനോ അല്ല ഈ അശുദ്ധാത്മാവ്. And then it says, അവൻ വീണ്ടും പറയുന്നു, in God's name, ദൈവത്തിന്റെ നാമത്തിൽ do not torture me. എന്നെ ദയവായി നീ ദണ്ഡിപ്പിക്കരുതേ. It lives in the language of worship. ഈ മനുഷ്യൻ ഉപയോഗിക്കുന്നത് ആരാധനയുടെ ഭാഷ പോലുമാണ്. It knows the songs we sing. നമ്മൾ പാടുന്ന പാട്ടും ഈ അശുദ്ധാത്മാവിനറിയാം. It knows our habits. നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങളും It അവനറിയാം. knows our traditions. നമ്മുടെ പാരമ്പര്യങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങളെയും And അവനറിയാം. it comes with false humility. അവൻ കപടമായ വിനയത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നുമാണ് ഇത് പുറപ്പെട്ടു വരുന്നത്. Sometimes the church itself പലപ്പോഴും സഭയുണ്ടല്ലോ, പലപ്പോഴും ഇങ്ങനെയാകാറുണ്ട്. face the danger ഇങ്ങനെയുള്ള അപകടം സഭ that നേരിടാറുണ്ട്. those who want to capture the church പലപ്പോഴും സഭയെ റാഞ്ചിക്കൊണ്ടുപോകുവാൻ, തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നവർ don't come to the church with a new language. അവർ വരുന്നത് പുതിയ ഭാഷ സംസാരിച്ചുകൊണ്ടല്ല. They come to the church with the language we know. നാം അറിയുന്ന, നാം സംസാരിക്കുന്ന അതേ ഭാഷയും വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടാണ് സഭയെ തട്ടിക്കൊണ്ടുപോകുവാൻ പൈശാചിക ശക്തികൾ നമ്മുടെ ഇടയിലേക്ക് പ്രവേശിക്കുന്നത്. The fact that somebody says to Jesus, Son of the God Most High, does not mean they live in Jesus' dream. അവൻ യേശു ക്രിസ്തുവിനെ അറിയാത്തവനായിട്ടല്ല ഇവിടെ സ്വയം പരിചയപ്പെടുത്തുന്നത്. The fact that they pray the way we do does not translate into them being captured by the Spirit of God. അവർ ദൈവത്തിന്റെ ആത്മാവിൽ പിടിക്കപ്പെട്ടവരാണ് എന്ന് അതിന് യാതൊരു അർത്ഥവുമില്ല. My brothers and sisters, when the devil wants to take control of the church, it comes with piety. പ്രിയമുള്ളവരെ, സഭയെ പൈശാചിക ശക്തികൾ കീഴടക്കാൻ വരുന്നത് ആത്മീയ വേഷം ധരിച്ചുകൊണ്ടും നമ്മുടെ ആരാധനയുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടും കപടയാത്മീയതയുടെ ഭാവങ്ങൾ പേറിക്കൊണ്ടുമാണ്. It comes with the language of worship. ആരാധനയുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പൈശാചിക ശക്തികൾ നമ്മുടെ ഇടയിലേക്ക് പ്രവേശിക്കുക. The question only remains, പക്ഷേ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നത് ഇതാണ്: do we know the one who is coming in the name of God? ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവനെ നമുക്ക് യഥാർത്ഥമായി വിവേചിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമാണ് പ്രസക്തം. Let me rush to conclude, my brothers and sisters. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ സമാപന ഭാഗത്തേക്ക് വരട്ടെ. Mark then does a strange thing for all of us. മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് വളരെ വിചിത്രമായ ചില വിവരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് തന്റെ ഈ വിവരണം അവസാനിപ്പിക്കുന്നത്. The first thing that Jesus does is not to ask this man of his troubles. ഈ വേദഭാഗത്ത് നാം വായിക്കുന്നത് ഈ മനുഷ്യന്റെ പ്രതിസന്ധികളെ കുറിച്ചുള്ള വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന യേശുവിനെ അല്ല നാം കാണുന്നത്. He goes to the crux of the matter. അവിടുത്തെ കാതലായ വിഷയത്തിലേക്ക് യേശു നേരിട്ട് പ്രവേശിക്കുകയാണ്. What is your name? നിന്റെ പേരെന്ത് എന്ന് യേശു ചോദിക്കുന്നുണ്ട്. At face value, this question appears as if it is asking for the retelling of a name. ഇവിടെ കേവലം നിന്റെ പേര് ആവർത്തിച്ച് പറയുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചോദ്യമല്ല അത്. You know, when I landed at the airport at Kochi,
കൊച്ചിയിലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ I went to the immigration officers. അവിടെ പുറം ദേശക്കാർ ചെല്ലേണ്ടതായ കാര്യാലയത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയുണ്ടായി. And they asked for my passport. എന്റെ പാസ്പോർട്ട് അവർ ചോദിച്ചു. I gave them the passport. ഞാൻ എന്റെ പക്കലുള്ള പാസ്പോർട്ട് അവരെ ഏൽപ്പിച്ചു. They looked at me. എന്നിട്ട് അവർ എന്നെ നോക്കി. And they said again. എന്നിട്ട് അവർ വീണ്ടും പറഞ്ഞു. My name is in front of them. എന്റെ പേര് അവരുടെ മുൻപിലുണ്ട്. And the officer said to me. ഓഫീസർ വീണ്ടും എന്നോട് പറഞ്ഞു. What is your name? ആ പേര് അവരുടെ മുൻപിൽ ഉണ്ടായിരിക്കെ അവർ എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? I knew he did not want to know anything except to confirm the name in front of him. എന്റെ മുൻപിലുള്ള പേര് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം എനിക്ക് എന്ന് നന്നായി അറിയാം. So in a cheeky little way, ഞാൻ അവരുടെ ആ ഒരു ചെറിയ സംഭാഷണത്തിൽ I used my traditional name. ഞാൻ എന്റെ പാരമ്പര്യത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ഞാൻ ഉപയോഗിക്കുന്ന എന്റെ പേര് പറഞ്ഞു. I didn't say Wilson. ഞാൻ വിൽസൺ എന്നല്ല ഞാൻ പറഞ്ഞത്. I said Mzwandile. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ പേരാണ് അദ്ദേഹം അവിടെ കാര്യാലയത്തിൽ പറഞ്ഞത്. Just like my translator. പരിഭാഷകൻ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. He looked at me. അയാൾ എന്നെ വല്ലാതെ വിറങ്ങലിച്ച് നോക്കുകയാണ്. And looked at the passport. എന്നിട്ട് വീണ്ടും അദ്ദേഹം പാസ്പോർട്ടിലേക്ക് നോക്കി. And with authority he said to me. വളരെ അധികാരത്തോടുകൂടി അയാൾ എന്നോട് പറഞ്ഞു, full name please. ദയവായി നിങ്ങളുടെ മുഴുവൻ പേര് പറയുക. Then because I wanted to come through, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടത് കൊണ്ട് ഞാനത് പറഞ്ഞു. I said Molo. ഞാൻ പറഞ്ഞു മോളോ. വിൽസൺ. Mzwandile എന്ന് അദ്ദേഹം പറഞ്ഞു. And he didn't go to Mzwandile. Mzwandile എന്ന് മാത്രമല്ല പറഞ്ഞു. He ended with Wilson. അവൻ എന്നോട് പറഞ്ഞു വിൽസൺ എന്ന് പറഞ്ഞുകൊണ്ട്. Because all he was interested in നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് താല്പര്യപ്പെടുന്നത് is how I am called. ഞാൻ എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നുള്ളതിലാണ് നമ്മളെല്ലാവരും താല്പര്യം വെക്കുന്നത്. All he is interested in നമ്മളെല്ലാവരും താല്പര്യപ്പെടുന്നത് is the name that my parents gave me. എന്റെ മാതാപിതാക്കൾ നൽകിയ പേരിലൂടെ All he is interested in നമ്മളെല്ലാവരും താല്പര്യമുള്ളത് is the name recognized by my government. നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള പേരെന്താണ് എന്നതിലാണ്. But for Jesus, പക്ഷേ യേശുവുണ്ടല്ലോ, the question who's your name, what's your name, വീണ്ടും യേശു ചോദിക്കുന്നത് നിന്റെ പേരെന്താണ്. It's not about what your parents gave you. നിന്റെ അപ്പനും അമ്മയും നൽകിയ It is പേരെന്താണ് about എന്നല്ല, who you are. നീ ആരാണ് എന്ന അർത്ഥത്തിലുള്ള Where do you ചോദ്യം. derive your dignity from? നിന്റെ അഭിമാനം, നിന്റെ Where ആത്മാംശം do you എവിടെ come നിന്നാണ് from? വരുന്നത്? നീ എവിടെ നിന്നാണ് What വരുന്നത്? is your history? നിന്റെ ചരിത്രം എന്താണ്? It's a deep question. ഇതൊരു ആഴവും പരപ്പുമുള്ള In ചോദ്യമാണ്. my country, എന്റെ രാജ്യത്തിൽ when you ask somebody their name ഒരാളുടെ പേര് നിങ്ങൾ മറ്റൊരാളോട് and ask ചോദിക്കുകയാണെങ്കിൽ where they come from, നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് when പറയുമ്പോൾ I tell you who I am, ഞാൻ ആരാണ് എന്ന് പറയണമെന്ന് I tell ആവശ്യപ്പെടുന്നു. you myself, ഞാൻ എന്നെ കുറിച്ച് പറയും, I tell you my father, എന്റെ അപ്പനെ കുറിച്ച് I പറയും, tell you my grandfather. എന്റെ വല്യപ്പനെ കുറിച്ച് I പറയും. go back ഞാൻ എന്റെ because I know എനിക്കതെല്ലാം my അറിയാം. name itself എന്റെ പേര് cannot complete who I am. എന്റെ പേര് എന്ന് പറയുന്നത് Because I മാത്രമല്ല am ഞാൻ deeper അതിനെ than ആഴമായി how I appear. ഞാൻ എങ്ങനെയാണ് ഈ I ലോകത്തിൽ am ജീവിക്കുന്നത്, connected ഞാൻ ആരോടാണ് to ബന്ധിച്ചിരിക്കുന്നത്, something beyond that you see. ഈ പേരിനപ്പുറത്തേക്ക് ഞാൻ And ആരോടാണ് therefore Jesus ബന്ധപ്പെട്ടിരിക്കുന്നത്. says to this man, അതുകൊണ്ട് യേശു ഈ മനുഷ്യനോട് what പറയുന്നു, is your name? നിന്റെ പേരെന്താണ്? When you answer the world, they call your name. അവൻ പേര് I ചോദിക്കുമ്പോൾ wonder, what do you say? ഞാൻ അതിശയിക്കുകയാണ്, എന്താണ് പറയുക എന്ന്. Who is your name? What's your name? നിന്റെ പേരെന്താണ്, എന്താണ് നിന്റെ സ്വത്വം? And this also tells me, my brothers and sisters, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് പറയുന്നത് when we meet Jesus, നിങ്ങളും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ Jesus does not see our pain നമ്മുടെ ജീവിതത്തിന്റെ വേദനകളെയല്ല അവൻ കാണുന്നത്, only, വേദനകളെ മാത്രമല്ല അവൻ കാണുന്നത്, does not see our tragedy only. നമ്മുടെ ദുരന്തപൂർണമായ ജീവിതത്തെ മാത്രമല്ല അവൻ കാണുന്നത്. He wants to get to know the person beyond the pain and the tragedy. നിങ്ങളുടെ ജീവിതത്തിലെ വേദനകൾക്കും പ്രക്ഷുബ്ധതകൾക്കും അപ്പുറത്തുള്ള നിങ്ങളുടെ സത്തയെ, സ്വത്വത്തെ അവൻ അടുത്തറിയുന്നുണ്ട്. Sometimes as the church, പലപ്പോഴും ഈ സഭയുണ്ടല്ലോ, we are happy to know the people's tragedies without knowing the person. പലപ്പോഴും വ്യക്തികളെ അറിയാതെ അവരുടെ വേദനകളെയും ദുരന്തങ്ങളെയും നാം അറിയാറുണ്ട്. We know we even know their scandals.
അവരുടെ പക്കലുള്ള അവരെക്കുറിച്ചുള്ള തെറ്റായ കഥകളും നമുക്കറിയാം. But we do not know who they are. പക്ഷേ അവർ ആരാണ് എന്ന് മാത്രം അവരുടെ സ്വത്വത്തെക്കുറിച്ച് ആളത്വത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. Jesus sees beyond our tragedies, our pain. Jesus wants to connect not with your pain, not with your tragedy, but who you are at the core as created by God's image. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവം ആവശ്യപ്പെടുന്നത് കേവലമായ വേദനകൾക്കും പ്രക്ഷുബ്ധതകൾക്കും ദുരന്തങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു നിങ്ങളെ അറിയുന്ന ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. And because he raises the question, അതുകൊണ്ട് അവൻ ഈ ചോദ്യം ഉന്നയിക്കുന്നു. the man is in a crisis. ഇവിടെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ ഒരു പ്രതിസന്ധിയിലാണ്. He answers not with a name. അവൻ പേരല്ല ഇവിടെ പറയുന്നത്. He answers with a disclaimer. അവൻ ഒരു ചെറിയ ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് അവൻ പറയുന്നത്. His answer is, അവന്റെ ഉത്തരം ഇതാണ്, my name is Legion. എന്റെ പേര് ലെഗ്യോൻ എന്നാണ്. We are many. ഞങ്ങൾ പലരാണ്. He answers from confusion. അവന്റെ ആ ഉത്തരമുണ്ടല്ലോ, അവന്റെ മനസ്സിലുള്ള ചില കുഴമറിച്ചിലുകളിൽ നിന്നുള്ള ഉത്തരമായിരുന്നു അത്. He answers from fracture. അവന്റെ ജീവിതത്തിൽ പറ്റിയ പരിക്കുകളിൽ നിന്ന് ചിതറിപ്പോയ അവന്റെ സ്വത്വത്തിൽ നിന്നുള്ള ഒരു മറുപടിയായിരുന്നു അത്. He answers from disconnection. അവൻ അവൻ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ സത്തയിൽ നിന്നുള്ള മറുപടിയാണത്. They are many, but there is no anchor. അവൻ പലരാണ്, പക്ഷേ എവിടെയുമായി ബന്ധമില്ല, നങ്കൂരമിട്ടിട്ടില്ല. There are many, but there is no connection that holds the person together. ആ മനുഷ്യന്റെ സത്തയെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ആശ്രയം, ദൈവത്തോടുള്ള ആശ്രയം അവിടെയില്ല. He answers as one who lives in the tombs. അവൻ കല്ലറകളിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ മറുപടി പറയുന്നത്. When you live amongst the dead, നമ്മൾ മരണത്തിന്റെ ഇടയിൽ പാർക്കുമ്പോൾ you don't even know who you are. പലപ്പോഴും മൃത്യുവിനോടുകൂടെ പാർക്കുമ്പോൾ നാം നമ്മുടെ സ്വത്വത്തെ കുറിച്ച് പോലും മറന്നുപോകും. He lives a life flirting with death. അവൻ മരണത്തോട് ചേർന്നുകൊണ്ട് മരണത്തിന്റെ വ്യാപാരി കണക്കെയാണ് അവൻ ജീവിച്ചത്. He answers as one who is self-mutilating, causing harm and possible death not only to others but himself. ഈ മരണത്തോട് ശൃംഗാരം പറഞ്ഞുകൊണ്ട്, മരണത്തോട് നൃത്തം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്കും അവനവന് തന്നെയും അപകടം വരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതക്രമമായിരുന്നു അവൻ്റേത്. As I rush, my brothers and sisters, ഞാൻ തിടുക്കത്തിൽ മുൻപോട്ട് പോകട്ടെ കർത്താവിൽ പ്രിയരെ. then Jesus responds. അപ്പോൾ യേശുക്രിസ്തു അതിന് കൃത്യമായി പ്രതികരിക്കുന്നു. Metropolitan, I do not have time to engage the to and from between Jesus and the man and the evil spirit. ഇവിടെയുള്ള ഈ അശുദ്ധാത്മാവിനെ കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള അഭിമുഖീകരണത്തിന്റെ വിശദാംശങ്ങൾ പറയുവാൻ എനിക്ക് സമയമില്ല എന്നുള്ളത് അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി അറിയിക്കട്ടെ. All I want to say ultimately, എനിക്ക് ആത്യന്തികമായി പറയുവാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. Jesus commanded the spirits in the man. ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവിനോട് യേശു കൽപ്പിക്കുകയാണ്, be quiet. നീ ശാന്തനായിരിക്കുക, മിണ്ടാതിരിക്കുക. We don't have time. നമുക്ക് സമയമില്ലല്ലോ. But if you go back to chapter 4, നിങ്ങൾ 4-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ, when the sea was in a storm, അവിടെ നാം കാണുന്നുണ്ട് കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നു. Jesus used the same words. ആ പ്രക്ഷുബ്ധമായ കടലിന്റെ യാത്രക്കിടയിലും യേശു ഇതേ വാക്കാണ് ഉപയോഗിക്കുന്നത്, be quiet. ശാന്തമാകുക. And then Jesus moves on and says, come out of him. വീണ്ടും യേശു അതിനുശേഷം പറയുന്നു, അവനിൽ നിന്ന് പുറത്തേക്ക് വരിക. Jesus meets us in our tragedy, in our depleted personalities, but never leaves us the same. പ്രിയമുള്ളവരെ, നമ്മുടെ തകർക്കപ്പെട്ട ജീവിതാനുഭവങ്ങളിൽ, ദുരന്തപൂർണമായ ജീവിതാനുഭവങ്ങളിൽ അവൻ കടന്നു വരിക മാത്രമല്ല, അവൻ നമ്മളെ അവിടെ ഉപേക്ഷിക്കാതെ അവൻ നമ്മളെ ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ളത് നാം അറിയണം. And because he never leaves us the same, നാം ഒരുപക്ഷെ അങ്ങനെ തന്നെ നാം ആയിരിക്കുമ്പോൾ, you encounter him with the evil spirits that I've already enumerated above. But when you meet him, you leave with your name intact and the spirits out of your body. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ പേര് അവിടെ, നമ്മുടെ സ്വത്വത്തിന് ഒരു വലിയ രൂപാന്തരം ഉണ്ടാകുന്നു. അശുദ്ധാത്മാക്കൾ നമ്മിൽ നിന്ന് പുറത്തേക്ക് വരും. And then Jesus Mark does something very interesting, my brothers and sisters. പ്രിയമുള്ളവരെ, മർക്കോസ് വളരെ താല്പര്യം ജനിപ്പിക്കുന്ന ചില എഴുത്തുകളാണ് ഇവിടെ പറയുന്നത്, കാണിക്കുന്നത്. After the declaration of the spirits going to the pigs,
ഇവിടെ നാം വായിക്കുന്നത് അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനിൽ നിന്ന് ഈ അശുദ്ധാത്മാക്കൾ പന്നികളിലേക്ക് പ്രവേശിക്കുന്നു. Mark introduces something very, very strange, Metropolitan, as I prepare to go and sit down. മെത്രാപ്പൊലീത്ത തിരുമേനി ഉൾപ്പെടെയോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇവിടെ വളരെ വളരെ വിചിത്രമുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നു. Mark says, മർക്കോസ് പറയുന്നു, those who came to talk to Jesus complaining about the pigs, ഈ അവർക്ക് നഷ്ടപ്പെട്ടു പോയ പന്നികളെ കുറിച്ചുള്ള പരാതി പെട്ടികളുമായി യേശുവിനെ കാണുവാൻ വന്ന ആളുകൾ, oh my brothers and sisters, the church I know, ഈ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എനിക്കറിയാവുന്ന സഭ, my Metropolitan and my South African Metropolitans, I don't know here. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, സഭകരൻ മെത്രാപ്പൊലീത്ത തിരുമേനിമാരെ, ഇവിടുത്തെ സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. But I know the church I come from. ഞാൻ വരുന്ന സഭയെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. When something good and great is done to help those outside the church, സഭയ്ക്ക് പുറത്തുള്ളവർക്ക് നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, those who think they own the church, ഞങ്ങളാണ് സഭയുടെ ഉടമസ്ഥർ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, when they come, അവർ വരുമ്പോൾ, although they see that which is good, അത് ചെയ്യുന്നത് നന്മയാണെന്നിരിക്കെ, they come to complain about how the church is wasting its resources, and therefore the church must stop doing that which they see in front of them is from God. സഭയ്ക്ക് പുറത്തുള്ളവർക്ക് നന്മ പ്രവർത്തി ചെയ്യുമ്പോൾ എന്തിനാണ് ഈ വിഭവങ്ങൾ പാഴാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരാതികളുമായി ആവലാതികളുമായി സഭയെ വിമർശിക്കുന്ന ആളുകളെ എൻ്റെ സഭയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. Mark says when they came, they saw the man who had been possessed, and please look at the language. The language is past tense now. He's no more possessed. When Jesus meets you and people meet you after Jesus has met you, they will see you are not the person you were yesterday. പ്രിയമുള്ളവരെ, നാം ഇവിടെ വായിക്കുന്നത് അശുദ്ധാത്മാവുള്ള മനുഷ്യൻ യേശുക്രിസ്തുവിനെ അഭിമുഖീകരിച്ചതിനു ശേഷമുള്ള ചിത്രമാണ്. അശുദ്ധാത്മാവ് നേരത്തെ ബാധിച്ച മനുഷ്യൻ എന്നാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അഭിമുഖീകരിച്ചാൽ നാം പുതിയ സ്വത്വത്തിന്റെ ഉടമകളായി മാറും. So അതുകൊണ്ട് they look, അവർ നോക്കുകയാണ്. and what they see അവർ എന്താണ് കാണുന്നത്? is അവരുടെ the കാഴ്ച man എന്താണ്? who was possessed ഒരിക്കൽ അശുദ്ധാത്മാവ് ബാധിച്ച ഈ മനുഷ്യൻ sitting there. അവൻ ഒരു അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ ശാന്തനായിരിക്കുകയാണ്. I want to remind you, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, this man was sitting amongst the tombs, almost cutting himself. ഒരിക്കൽ തന്നെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് കല്ലറകളിൽ പാർത്തിരുന്ന മനുഷ്യനാണ് ഇവിടെ ശാന്തമായ സ്വസ്ഥതയോടെ When Christ ഇരിക്കുന്നത്. has met the man, അവനെ തന്നെ മുറിച്ചപ്പോൾ he found him sitting there. അവൻ അവിടെ ശാന്തനായിരിക്കുകയാണ്. And Metropolitan, I want to say this in my imagination. എന്റെ സങ്കല്പത്തിൽ ബോധ്യങ്ങളിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. A man who met Jesus ഞാൻ യേശുവിനെ കണ്ടപ്പോൾ does not sit sliding in the chair. ഞാനിങ്ങനെ കസേരയിൽ ചരിഞ്ഞിരുന്ന് ഉറങ്ങുന്ന ലക്ഷണത്തിലല്ല. He sits up with a straightened back. ഞാൻ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ധൈര്യത്തോടെയാണ് ഇരിക്കുന്നത്. Because dignity exudes out of him. എന്റെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക്, ആ മനുഷ്യന്റെ സ്വത്വത്തിനുള്ളിലേക്ക് യേശുക്രിസ്തു ഉണ്ടല്ലോ, ആത്മവിശ്വാസവും ആത്മാഭിമാനവും He is കുത്തിനിറയ്ക്കുകയാണ്. not only sitting, Metropolitan, he is dressed. അവൻ അവിടെ ഇരിക്കുക മാത്രമല്ല, അവൻ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. The one who was not only naked physically, അവൻ ശരീരത്തിൽ നഗ്നനാകുക മാത്രമായിരുന്നില്ല, but lived a reality of dancing with death. അവൻ മരണത്തോടെ നൃത്തം ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു. Naked in his soul. അവന്റെ ആത്മാവിനെ നശിപ്പിച്ചിരുന്നവനായിരുന്നു. Now he is seated dressed. അവൻ അവിടെ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുകയാണ്. And then Mark introduces something powerful. പിന്നീട് മർക്കോസ് കുറച്ചും കൂടെ ശക്തമായ ഒരു കാര്യമാണ് He പറയുന്നത്. was in his right mind. അവൻ സുബോധത്തോടും സുസ്ഥിര മാനസനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. The one who could not live with himself, അവന് സ്വയമായി തന്നെ ജീവിക്കുവാൻ കഴിയാതെ hurting himself by cutting himself with stones. തന്നെ തന്നെ കല്ലുകൊണ്ട് മുറിവേൽപ്പിച്ചിരുന്നവൻ, The one who could not be restrained by no one. ആരാലും കീഴടക്കപ്പെടാത്തവൻ, The one who's answering a question of who he is by saying we are many. ഞാൻ പലരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പേരെന്ത് എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ കഴിയാത്തവൻ, That one dehumanized by tragedies of life. അവന്റെ ജീവിതത്തിൽ അപമാനീകരണത്തിന്റെ ദുരിത പെയ്ത്തുകളുടെ കാലത്തെ കുറിച്ചുള്ള Is not only alive, അവൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുക മാത്രമല്ല, but is seated there. അവൻ അവിടെ വളരെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും Dressed ഇരിക്കുകയാണ്. there.
അവൻ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. and in his right mind. അവൻ സുസ്ഥിര മാനസനായി സുബോധത്തോടെയാണ് അവൻ അവിടെ He is ആയിരിക്കുന്നത്. now living a life of dignity, അവൻ ആത്മാഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് അവൻ restored ജീവിക്കുന്നത്. by Jesus. അവൻ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവനായി തീരുന്നു. There comes a time to a people, ഇത് ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുന്ന there മനുഷ്യരുടെ comes a time to a family, ഇത് ഒരു കുടുംബത്തിന് സംഭവിക്കാം. there comes a time in a nation ഒരു രാജ്യത്തിനും ഇത്തരത്തിലുള്ള വലിയ രൂപാന്തരം സംഭവിക്കാം. when it has lived amongst the tombs, കല്ലറകളിൽ മരണത്തിന്റെ വ്യാപാരികളായി പാർത്ത മനുഷ്യർക്കും ഈ രൂപാന്തരം ഉണ്ടാകാം. when it has lived with horror and emptiness out of moral decay. ധാർമ്മികമായ അധപതനത്തിൽ കൊണ്ട് പാഴും ശൂന്യമായ ജീവിത അവസ്ഥകളിൽ ജീവിച്ച ഏതൊരു മനുഷ്യനും ഈ രൂപാന്തരം ഉണ്ടാകാം. There comes a time for that nation and those people, അത്തരത്തിൽ ജീവിച്ച എല്ലാ മനുഷ്യർക്കും having met Jesus, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ, having heard Jesus say to the internal strife of the nation, internal strifes of the person, of the family, of the community. കുടുംബത്തിന്റെയും മനുഷ്യരുടെയും രാജ്യത്തിന്റെയും ആന്തരിക സംഘർഷങ്ങളെ അടുത്തറിയുന്ന മനുഷ്യരും സംഘങ്ങളും യേശുവിനെ കാണുമ്പോൾ, Here Jesus say to them, to the internal spirits, be quiet, get out of this nation. നമ്മെ പിടിച്ചിരിക്കുന്ന പാപശക്തികളെ കണ്ടുകൊണ്ട് യേശു ഉച്ചത്തിൽ പറയും, മിണ്ടാതിരിക്കുക, നിശബ്ദനാകുക, അവനെ വിട്ടുപോകുക. A time come from that nation to clothe itself again. അവിടെ നാം യേശുക്രിസ്തു അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് For കാണുന്നത്. that nation to sit with dignity again. യേശുക്രിസ്തുവിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന സഹജരായി തീരുന്ന മനുഷ്യരും For സമൂഹവും those രാജ്യവും people അഭിമാനത്തോടെ to be in their right mind, where they can plan their future, not because they live with tragedies, but because there is a God who guides them. ദുരന്തപൂർണവും പ്രക്ഷുബ്ധമായ ജീവിതങ്ങളിലൂടെ കടന്നുപോയവർ യേശുക്രിസ്തുവിനോടുകൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നാം സുസ്ഥിര മാനസരും സുബോധമുള്ളവരാവും ലക്ഷ്യത്തിന്റെ പാതയിൽ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. And those around might want to come to complain about their pigs. ചുറ്റുമുള്ള ആളുകൾ പന്നികളെ കുറിച്ചുള്ള പരാതികൾ പറയുവാൻ വരുമായിരിക്കും. But when they come, പക്ഷേ അവർ വരുമ്പോൾ they are going to see a people of dignity, ആത്മാഭിമാനത്തോട് ഇരിക്കുന്ന മനുഷ്യരെ ആയിരിക്കും അവർ കാണുക. well dressed, നന്നായി വസ്ത്രം ധരിച്ചുകൊണ്ട്, sitting up straight, വളരെ ധൈര്യത്തോടെ ഇരിക്കുന്ന, in their right mind. സുസ്ഥിര മനസ്സത്തോടെ സുബോധത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ. I don't care who would have told you what. നീ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുകയല്ല. I don't care what people say about Kerala. ഈ കേരളത്തിലെ ജനതയെ കുറിച്ച് ആളുകൾ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't care what people say about India. ഇന്ത്യയെ കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് വലിയ പ്രശ്നമല്ല. This I know. എനിക്കൊരു കാര്യം മാത്രം അറിയാം. When your family meets God, യേശുക്രിസ്തുവിനെ നാം വ്യക്തമായി when അഭിമുഖീകരിക്കുമ്പോൾ, Kerala meets God, യേശുക്രിസ്തുവിനെ ഈ കേരളത്തിലെ ജനത കണ്ടുമുട്ടുമ്പോൾ, when India meets God, ഈ ഭാരതം ഈ ക്രിസ്തുവിനെ the കണ്ടുമുട്ടുമ്പോൾ, evil spirits will be cast out, അന്ധകാര ശക്തികൾ, and അശുദ്ധാത്മ the ശക്തികൾ dignity of the people will come back again. അവരിലേക്ക് മനുഷ്യരിലേക്ക് And when it is back again, നഷ്ടപ്പെട്ടു പോയ the people are going to stand and say, we അവർ ആത്മാഭിമാനത്തോടെ പറയും, are made in the image of God, ഞാൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ because we സൃഷ്ടിക്കപ്പെട്ടവനാണ്. know that God എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. will have a church എനിക്ക് ആ ദൈവത്തെ that is സ്പർശിച്ചിട്ടുണ്ട്. willing to meet the people in their spaces of hurt. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ സംഘർഷഭരിതമായ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് A കഴിയണം. church willing to meet the people at their point of dehumanization. അവരുടെ അപമാനീകരണത്തിന്റെ കനൽ കാറ്റേറ്റുള്ള അവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സഭയ്ക്ക് കഴിയണം. Meet the people of Kerala themselves ഈ കേരളത്തിലെ ജനതയോട് തന്നെ നാം കണ്ടുമുട്ടണം. in the tombs and the hills. പലപ്പോഴും പല മനുഷ്യരും കല്ലറകളിലും മലകളിലും പാർക്കുകയാണ്. Be present in the lives of our people. അത്തരത്തിലുള്ള മനുഷ്യരുടെ പച്ചയായ ജീവിതാനുഭവങ്ങളിലേക്ക് ഈ സഭ കടന്നു ചെല്ലണം. Unmasking the deadly spirits that occupy our people we spoke about earlier on. പ്രിയമുള്ളവരെ, നമ്മുടെ മനുഷ്യരെ നശിപ്പിച്ചു കളയുന്ന അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ധൈര്യത്തോടെ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നാം A കടന്നു church ചെല്ലണം. willing to spend time with God's people, seeking to know who they are rather than what their problems are. അവരുടെ പ്രശ്നങ്ങൾ എന്താണോ എന്ന് കണ്ടെത്തുന്നതിന് പകരം അവരുടെ സഹചരും സഹയാത്രികരുമായി അവരോടൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ ഇരിക്കുവാൻ സഭയ്ക്ക് കഴിയണം. A church that is willing to embrace the eternal dignity of a people connected to God's image.
ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരോടും സംഘങ്ങളോടും അവരെ ആലിംഗനം ചെയ്യുവാൻ, ചേർത്തുപിടിക്കുവാൻ, അവരിൽ വിളങ്ങുന്ന നിത്യമായിട്ടുള്ള ദൈവിക സാദൃശ്യത്തെ ആലിംഗനം ചെയ്യുവാൻ നമുക്ക് കഴിയണം. Help them to sit up straight. അവർ എങ്ങനെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും ഇരിക്കുന്നത് പോലെ Clothe the people. വസ്ത്രം ധരിച്ചുകൊണ്ട് സംസ്കാര സമ്പന്നരായി And leave the people in their right mind. അവരെ സുബോധത്തോടും സുസ്ഥിര മാനസത്തോടും നയിക്കുവാനുള്ള നിയോഗം ഈ My സഭയ്ക്കുണ്ട്. brothers, sisters, and siblings in Christ, എന്റെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, in this troubled world ഈ വളരെ കലുഷിതമായ ഈ ലോകത്തിൽ where hope is gone, പ്രതീക്ഷകൾ എന്നെ പടിയിറങ്ങിപ്പോയ കാലത്തിൽ, faith flickering like a candlelight in the wind, ഒരു കൊടുങ്കാറ്റിൽ അണയുവാൻ തുടങ്ങുന്ന മെഴുകുതിരിയെ പോലെ നമ്മുടെ വിശ്വാസം ഇന്ന് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. where dehumanization because of poverty, because of prejudice, because of violence, because of hunger, ദാരിദ്ര്യം, ഭക്ഷണമില്ലായ്മ തുടങ്ങി മുൻവിധികൾ തുടങ്ങി അപമാനീകരണത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ മനുഷ്യകുലത്തെ ഇന്ന് വല്ലാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, destroys our people. മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, And they find the words of lamentation be the defining thing that defines them. പലപ്പോഴും വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്ന വാക്യങ്ങളാണ് നാം വീണ്ടും വായിക്കുന്നത്. In the midst of that journey, ആ യാത്രയുടെ മധ്യത്തിൽ I call upon us as people meeting here in Kerala, in Maramon, പ്രിയമുള്ളവരെ, ഈ മാരാമണിൽ കേരളത്തിൽ ഭാരതത്തിലുള്ള ജനതയെ ഞാൻ ക്ഷണിക്കുകയാണ്. to go back to the people of this community. ഈ ദേശത്തിലെ ജനതകളുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിലേക്ക് നാം യാത്ര തുടരണം. To go back to the people of India. ഈ ഭാരതത്തിലെ ജനതയുടെ ജീവിത അനുഭവങ്ങളിലേക്ക് നാം കടന്നു പ്രവേശിക്കണം. To go back to the people of the world. ഈ ലോകത്തിലെ ജനതകളുടെ ജീവിത അനുഭവങ്ങളിലേക്ക് നാം സഞ്ചരിക്കണം. And here again the words of lamentation, chapter 3, verse 21 to 24. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. In the midst of trouble, വളരെ കലുഷിതമായ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ the writer says, എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നു, yet this I call to mind, and therefore I have hope. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. Because of the Lord's great love, we are not consumed. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. For his compassion never fails. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. They are new every morning. അത് രാവിലെ തോറും Great is thy faithfulness. പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. I say to myself, യഹോവ എന്റെ ഓഹരി എന്ന് the എന്നോട് Lord പറയുന്നു. is my portion, യഹോവ എന്റെ ഓഹരി എന്ന് ഞാൻ പറയുന്നു. and therefore I will wait for him. അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. With hopes in our hearts, പ്രതീക്ഷകൾ നമ്മുടെ ഉള്ളിൽ വിടരട്ടെ. the dignity of our people will return. നമ്മുടെ ജനങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആത്മാംശം, ദൈവബോധം, ദൈവസാദൃശ്യം തിരികെ വരും. They will sit up straight. അവർ ധൈര്യത്തോടെ, ദൈവിക ബോധ്യത്തോടെ, സാദൃശ്യത്തോടെ They will ഇരിക്കട്ടെ. be clothed again. അവർ സംസ്കാര സമ്പന്നരായി ദൈവിക രാജ്യമൂല്യങ്ങൾക്ക് അനുസൃതമായി വസ്ത്രം And ധരിച്ചിരിക്കട്ടെ. they will be in their right mind. അവർ സുസ്ഥിര മാനസരായി സുബോധമുള്ളവരായിരിക്കട്ടെ. Because great is the faithfulness of our Lord. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത അപ്രകാരം ആഴമേറിയതാണ്. God bless us all. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.